ക്രൂഷ്യൽ മാച്ചിലെ സമ്മർദ്ദം അതിജീവിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല. അപ്പോൾ 2024 SRH എല്ലാവരും കപ്പടിക്കുന്നു പറഞ്ഞു. അത്രയും റെക്കോർഡ് പെർഫോമൻസുമായിട്ട് പോയി അവർ തന്നെയാണ് 100 അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായി പോയി. ഫൈനലിൽ KKRന്റെ മുമ്പിൽ ഒന്നും അല്ലാതായി പോയി. കാരണം IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം ഫൈനലുകളിൽ ഒന്നായിരുന്നു 2024. ആകെ 113 റൺസാണ് SRH, അതായത് 300 അടിക്കുമെന്ന് പറയുന്ന SRH എടുക്കുന്ന 113. കൊൽക്കത്തയാണെങ്കിൽ അത് 10 ഓവറിൽ മറികടക്കുകയും ചെയ്തു. സുനിൽ നരൈനൊക്കെ വന്ന് ഒരു വെടിക്കെട്ടൊക്കെ അടിച്ച് നമ്മളുണ്ട്. അപ്പോൾ ഈ സമ്മർദ്ദം മറികടക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം തന്നെയാണ്. ഇതിൽ പിന്നെ ഈ ഹേസൽവുഡ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് കഴിഞ്ഞ സീസൺ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പവർ പ്ലേയിൽ ഏറ്റവും കുറഞ്ഞ എക്കോണമിയിൽ പന്തെറിഞ്ഞ ടീമാണ് പിന്നെ RCB. ജേക്കബ് ഡഫിയെ കുറിച്ച് പറയുന്ന സമയത്ത് 2025 പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ മനുഷ്യൻ അദ്ദേഹമാണ്. 2025 ഇൻ്റർനാഷണലിൽ അതായത് പിന്നെ ഇന്റർനാഷണൽ കരിയറിൽ ഫുൾ മെമ്പർ നേഷനിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ T20 കരിയറിൽ ജേക്കബ് ഡഫിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ എക്കോണമി ഉള്ളതും അദ്ദേഹത്തിനാണ്. അപ്പോൾ ജോഷ് ഹേസൽവുഡിന് അതെ, അപ്പോൾ ജോഷ് ഹേസൽവുഡിന് കൃത്യമായൊരു റീപ്ലേസ്മെന്റ് ആയിരിക്കും ജേക്കബ് ഡഫി. അതുപോലെ ഭയക്കേണ്ട ഒരാളാണ് ഭുവനേശ്വർ കുമാർ, അഭിഷേക് ശർമ്മ, പിന്നെ ട്രാവിസ് ഹെഡ്. ഇവർക്ക് അതായത് ന്യൂ ബോളിൽ ഇവർ വിതക്കുന്ന അപകടത്തെ നമ്മൾ ശരിക്കും ഇതാക്കിയ പറ്റും. അതുപോലെ അവരിൽ എടുത്തു പറയേണ്ട ഒരു ബോളറുണ്ട് മങ്കേഷ് യാദവ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അധികം ആരും അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത എന്നാൽ ഒരുപാട് പുതിയ താരങ്ങളെയൊക്കെ പിന്നെ നമ്മളിങ്ങനെ അവതരിപ്പിക്കപ്പെട്ടൊരു മിനി ഓപ്ഷൻ ആയിരുന്നിട്ട് പോലും മങ്കേഷ് യാദവ് 5 കോടി രൂപയ്ക്കാണ് എടുക്കുന്നത്. മധ്യപ്രദേശിൽ T20 ലീഗിൽ പിന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിരുന്നു അദ്ദേഹം കഴിഞ്ഞ സീസണിൽ. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ വല്ലാതെ പിന്നെ അദ്ദേഹത്തിന്റെ കഥയൊക്കെ ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രക്ക് ഡ്രൈവറായ പിതാവിൻ്റെ ഒരു കഥ. അപ്പോൾ അങ്ങനെ 30 ലക്ഷത്തിനാണ്. അതെ, 30 ലക്ഷത്തിൽ നിന്നാണ് 5 കോടിയിലേക്ക് പോകുന്നത്. 140 മുകളിൽ സ്ഥിരം അദ്ദേഹം പന്തെറിയും എന്നുള്ളതാണ്. സോ അവരുടെ ജോഷ് ഹേസൽവുഡ് ഇല്ല എന്ന് പറയുമ്പോൾ പോലും അവരുടെ ബോളിംഗ് ഡെപ്ത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതിയാവും. ഹേസൽവുഡ് തീരെ ഈ ടൂർണമെന്റ് കളിക്കുന്നില്ല. ഫസ്റ്റത്തെ 2 മാച്ച് ഉണ്ടാവാനുള്ള മിസ്സാവാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ SRHനാണ് ബുദ്ധിമുട്ട്. കമ്മിൻസിന് കുറച്ചധികം മത്സരങ്ങൾ നഷ്ടമാകും എന്നുള്ളതാണ്.